നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ യുഎസിന് വലിയ തിരിച്ചടി. യുഎസിന്റെ അത്യാധുനിക യുദ്ധക്കപ്പൽ യുദ്ധമുഖത്തു നിന്ന് പിന്മാറുകയാണ്. യുഎസ് നേവിയുടെ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡാണ് യുദ്ധമുഖത്തു നിന്ന് പിൻവാങ്ങുന്നത്. ചെങ്കടലിലാണ് USSന്റെ യുദ്ധമുഖത്തെ തുറപ്പുചീട്ടായ ഈ കപ്പൽ നങ്കൂരമിടുന്നത്. കപ്പലിനുള്ളിലെ തീപിടുത്തമാണ് ജെറാൾഡ് ആർ ഫോർഡിനെ പിൻവലിക്കാനുള്ള കാരണമായി പറയുന്നത്. ഗ്രീക്ക് ദ്വീപിലെ സൌദ ഉൾക്കടലിലേക്കാണ് കപ്പൽ മാറ്റുന്നത്. വിമാനവാഹിനി കപ്പലിൽ മനഃപൂർവ്വം തീയിട്ടതാണോ എന്ന് US നാവികസേന അന്വേഷിച്ചു വരികയാണ്. കപ്പലിലെ ലോണ്ടറി ഏരിയയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തീപിടുത്തം അട്ടിമറിയാണോ എന്നാണ് അന്വേഷിച്ചു വരുന്നത്. സംഭവത്തിൽ ജീവനക്കാരുടെ അശ്രദ്ധ കൊണ്ടാണോ അതോ ബോധപൂർവം തീയിട്ടതാണോ എന്നാണ് അന്വേഷിക്കുന്നത്. 9 മാസത്തോളമായി ജെറാൾഡ് ആർ ഫോർഡ് കടലിലാണ്. ഇറാൻ സംഘർഷത്തിനെ തുടർന്നാണ് ചെങ്കടലിലേക്ക് യുദ്ധക്കപ്പലിനെ വിന്യസിച്ചിരിക്കുന്നത്. തീപിടുത്തത്തെ തുടർന്ന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്കായി യുദ്ധക്കപ്പലിനെ പിൻവലിക്കുന്നത് എന്നാണ് പ്രമുഖ മാധ്യമമായ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോണ്ടറി ഏരിയയിലെ ഡ്രയർ വെന്റിൽ നിന്നാണ് തീ ആരംഭിച്ചതെന്നാണ് US നാവികസേനയുടെ പ്രസ്താവനയിൽ പറയുന്നത്. തുടർന്ന് വെന്റിലേഷൻ സംവിധാനങ്ങളിലൂടെ തീ പടരുകയായിരുന്നു. തീ പൂർണ്ണമായും അണയ്ക്കാൻ മണിക്കൂറുകൾ എടുത്തുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായെങ്കിലും തീപിടുത്തത്തെ തുടർന്ന് കപ്പലിന്റെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ 2 നാവികർക്ക് പരിക്കേറ്റു. എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ല. കപ്പലിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് US നാവികസേന പറയുന്നത്. ദീർഘകാലമായി USS ജെറാൾഡ് ആർ ഫോർഡ് കടലിലാണ്. യുദ്ധക്കപ്പലിലെ ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ തകരാറിനെക്കുറിച്ചും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മതിയായ ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ അഭാവം നാവികരുടെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു. അട്ടിമറി നടത്താനുള്ള സാധ്യത അന്വേഷിക്കാനുള്ള കാരണം ഇതാണ്. മാസങ്ങളോളം കടലിൽ തന്നെ ചെലവഴിച്ചതോടെ നാവികരുടെ മനോവീര്യം തകർന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. നിരാശരായി ജോലി ഉപേക്ഷിക്കാൻ പോലും നാവികർ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നു. ദീർഘകാലം കടലിൽ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ക്രൂ അംഗങ്ങൾക്കുണ്ടാകുന്ന നിരാശ അച്ചടക്കം ലംഘിക്കുന്നതിലേക്ക് നയിക്കും. എന്നാൽ ഇക്കാര്യങ്ങൾ US നേവി അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. ആയിരക്കണക്കിന് നാവികരെയും ഡസൻ കണക്കിന് വിമാനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് USA ജെറാൾഡ് ആർ ഫോർഡ്. ഈ മേഖലയിലെ US നാവികസേനയുടെ കരുത്താണ് ഈ യുദ്ധക്കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് USS ജെറാൾഡ് ആർ ഫോർഡ്. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധത്തിൽ ഒരു പ്രധാന പങ്ക് ഈ യുദ്ധക്കപ്പലിനുമുണ്ട്. യുദ്ധക്കപ്പൽ പിൻവലിക്കുന്നത് USന് വലിയ തിരിച്ചടിയാണ് എന്നാണ് വിലയിരുത്തൽ. 2 ആഴ്ചയിലധികം ഇറാനെതിരെ നീണ്ടുനിന്ന ആക്രമണങ്ങളിൽ നിർണായക പങ്കാണ് ഈ യുദ്ധക്കപ്പൽ വഹിച്ചത്.